ഞാനാ പറഞ്ഞു പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞു അങ്ങോട്ട് പോയിക്കോളി പെർമിഷൻ കിട്ടിയില്ലേ? ഞങ്ങളെ അരുൺമോന്റെ വിവാഹ തലേന്നുള്ള ആഘോഷ ഫംഗ്ഷൻ ആണ്. ഐറ്റംസ് മിമിക്രിയാണ് ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മളെ പോരേന്റെ ചുറ്റുപാടുണ്ടാവും ഐറ്റം ഞാൻ എടുക്കല് കൂടുതലായിട്ട്. ലേസം കണ്ടു നോളി കാണൂല ഫോട്ടോ എടുക്കുമ്പോ. അപ്പൊ പോരേന്റെ ചുറ്റുപാടുള്ള ഓരോ സാധനം ഉണ്ടാക്കല്. ശബ്ദം നിങ്ങളിന്റെ പൊതി നോക്കണ്ട. ദീപാവലി മുട്ടായിയാ ചൂടുണ്ട്. അപ്പൊ ലേസം വാങ്ങിയതാ. ആയിക്കോട്ടെ. അപ്പൊ അതല്ല നേരത്തെ പണിക്ക് വേണ അപ്പളേ 2 ദിവസം കടിച്ചു കൂട്ടാൻ വേണ്ടി വാങ്ങിയതാണ്. അപ്പൊ ഏതൊക്കെ ഐറ്റം പഴയ സൗണ്ടുകൾ ഏതൊക്കെ സൗണ്ട് നമ്മളെ പോരേന്റെ ചുറ്റുപാടുള്ള ഒരു ഐറ്റാ ഞാൻ എടുക്കല്. ഏട്ടൻ പറ വീടിന്റെ ചുറ്റുഭാഗത്ത് ഉണ്ടാവുന്ന ശബ്ദമാണ് ചെയ്യാൻ പോകുന്നത്. ആയിക്കോട്ടെ. ഞാൻ എന്റെ അതിരിന്റെ പുറത്തായിട്ടും പോവില്ല ഒച്ച. നിങ്ങൾ കുറച്ചും കെട്ടി അവിടെ കണ്ടു വരും. അപ്പൊ ഫസ്റ്റ് ഏതാ ചേട്ടൻ ചെയ്യാൻ പോകുന്നത്? അപ്പൊ എന്താ പറയാ നമ്മളെ പൊരയിലുണ്ടാവുന്ന സാധനമാണ് കോഴിക്കുട്ടികള്. കോഴിക്കുട്ടി നമ്മള് ആംബ്ലേറ്റ് അടിക്കുന്ന ഒച്ച എല്ലാവർക്കും അറിയുള്ളൂ. അപ്പൊ ഈ കോഴിക്കുട്ടിയൊക്കെ ഒരു 3-4 ഒച്ച ഉണ്ട്. കോഴിക്കുഞ്ഞിന്റെ 3-4 ശബ്ദം ഒച്ച ഉണ്ട്. ഒച്ച ഞങ്ങളവിടെയൊക്കെ പറയാ. നിങ്ങളവിടെ ശബ്ദം ഉണ്ടാവും. ഇവിടെ ഒച്ചല്ലേ? ഇവിടെ ഓലൊക്കെ അങ്ങനെയാവും പറയാ. ആ പൊതി കണ്ടു തന്നാൽ ചേച്ചി നല്ല ചിരി ഇരിക്കുന്നുണ്ട്. പൊതി കണ്ടിട്ട് ആയിക്കോട്ടെ. പൊതി ഉണ്ടാകുമ്പോഴേ ഓളം ഉണ്ടാവുള്ളൂ. അല്ലെ തോർത്തിന്റെ കൈ വേണം. എന്തോന്ന് ആയുധം എപ്പോഴും കൈ വേണം. അതെ. ഞങ്ങൾ ഈ പാടത്തെ പണിയാകുമ്പോഴേ കാര്യമൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒന്ന് ഇടയ്ക്ക് ആട്ടി കൊടുക്കണം. അപ്പൊ ഏത് കോഴിക്കുഞ്ഞിന്റെ ശബ്ദം? കോഴിക്കുട്ടിന്റെ ഒരു വിരിഞ്ഞപ്പാടുണ്ടാവുന്ന ഒരു ഒച്ച. ശ്രദ്ധിച്ചു കേട്ടോ. ഏട്ടൻ പറഞ്ഞ കോഴിക്കുഞ്ഞ് വിരിഞ്ഞ അപ്പാടുണ്ടാകുന്ന ഒച്ച. അതന്നെ. ഇങ്ങനെ ഉണ്ടാവും. മെല്ലെ ഉണ്ടാവുള്ളൂ കേട്ടോ. കുറച്ചാളുള്ളൂ. അപ്പൊ മെല്ലെ ഉണ്ടാക്കുക. സൈലന്റ്. ഉറങ്ങണം. എന്നാലേ എനിക്ക് സുഖം കിട്ടുള്ളൂ. ഉറങ്ങണമെന്നോ? അല്ല ഓലല്ല, എനിക്ക് ഉറങ്ങണം. ഇങ്ങനെ ഉണ്ടാവും. ചെറിയ വറണ്ട് കേട്ടോ. അപ്പൊ വർക്കിനെ കോഴിക്കുട്ടിയാവും. വേറെ ഒന്നും വേണ്ട. ചെയ്തു ഓൾക്ക് മനസ്സിലായി. നിങ്ങളൊന്നും പറയണ്ട. അടിപൊളിയാണല്ലോ ചേട്ടൻ വിചാരിച്ച പോലെ. അടുത്തെന്ന് പറഞ്ഞാൽ ഈ കോഴിക്കുട്ടികൾക്ക് മഴക്കാലൊക്കെ ആയി കഴിഞ്ഞാൽ ഔട്ടില് കിടന്നുറങ്ങുന്ന ഒരു പരിപാടി ഉണ്ട്. ചുണ്ടൊക്കെ ഇട്ട് ചെറുകിന്റെ ഉള്ളില്. ഓൾക്ക് മനസ്സിലായി. ചെറുകിന്റെ ഔട്ടില്. അപ്പൊ ഈ ചുണ്ട് ലേസം പുറത്തേക്കുണ്ടാവും. നാടൻ കോഴിക്കുട്ടിയാണെങ്കിൽ ലേസം കൂടി പുറത്തേക്കുണ്ടാവും. അപ്പൊ ഈ ഉറങ്ങുമ്പോ ഉണ്ടാവുന്ന ഒരു ഒച്ച. കോഴിക്കുട്ടി ചെറുകിനടിയിൽ ഉറങ്ങുന്ന സമയത്ത് അതന്നെ അങ്ങനെ ഉണ്ടാവുക. ശരി. അടിപൊളി. ആ ഇടത്തേക്ക് നല്ല മനസ്സിലായി. നല്ല കയ്യടി അങ്ങനെ ഉണ്ടാവല്. കഴിഞ്ഞില്ല. ഇനി ഇത് വലുതായി കഴിയുമ്പോ തള്ളക്കോയി കൊത്തിയാട്ടുന്ന ഒരു പരിപാടി ഉണ്ട്. വേറെ വേറെ പോയി തിന്നുക. ചിക്കി പൊറുക്കി വേറെ പോകാൻ പറഞ്ഞ ഒരു പരിപാടി ഉണ്ട് തള്ളക്കോയ്ക്ക്. അപ്പൊ ലേസം ഒന്ന് ചിറകൊക്കെ വെച്ച് വലുതാവുമ്പോ ഒരു ഒച്ച ഉണ്ട് മൂപ്പർക്ക്. കൊത്തിയാട്ടി ഇങ്ങനെ നടക്കുമ്പോ നടക്കലല്ല, തിന്നാൻ പോകുമ്പോഴേ ഒരു വേറൊരു ഒച്ച ഉണ്ടാക്കലോല്. അതായത് കാരണവര് പറഞ്ഞതാണ്. ബേജാറുകൊണ്ടാട്ടോ അങ്ങനെ. ബേജാറ് വേണ്ട. ഇവിടെ ഒരു ബേജാറില്ല. എല്ലാരും എന്താ ചിരിച്ചു. അല്ല ഓൽക്ക് ബേജാറ്. വെപ്പാരപ്പന വന്നാ ഞാൻ ചേരി കൊണ്ടുപോയിട്ട് കൊടുക്കണോ? ചേരി പൊളിക്ക് കൊണ്ട് നിങ്ങളൊന്ന് സഹായിച്ചു കൊടുക്കുക 5 മിനിറ്റോ. അപ്പൊ ഈ കോഴിക്കുട്ടി അതായത് കൊത്തിയാട്ടിയ ശേഷം ഒറ്റപ്പെട്ട് നടക്കുന്ന കോഴിക്കുട്ടി. ഒറ്റപ്പാടായി നടക്കുന്ന ഒരു കോഴിക്കുട്ടി. ചെറുക്ക് വെച്ചാട്ടോ. ലേസം വലിപ്പായിന്. ചെറുക്ക് വെക്കുമല്ലോ കൊത്തിയാട്ട്. അപ്പൊ നോക്കിയോളി. പെരക്കുണ്ടല്ലോ. ഇങ്ങനെ ഉണ്ടാവുക. കൂടുതൽ ഓലെ കൈ അടുപ്പിക്കാൻ പറ്റുക. അടിപൊളിയായി. കഴിഞ്ഞില്ല. ഇനി നമ്മളെ വേറാട്ടീന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും പൂച്ച. അതായത് ഈ ചേരിപോളിന്റെ ഉള്ളിൽ രാവിലെ പൂച്ചയ്ക്ക് ഒരു കൊയക്ക ഇങ്ങനെ ഒരാക്കല കൂലിപ്പണിക്കേറ്റ പോയാ മൂപ്പര് തിന്നുറങ്ങുക. വിറകിന്റെ അടിയിലല്ല, ഈ ചേരിപോളിന്റെ അടിയിലൊക്കെ ഉണ്ടാവും. പൂച്ച ഉറങ്ങും. അവരേര് 3 മണി 4 മണി ആകുമ്പോ മൂപ്പര് ഉറങ്ങാൻ പോകും. കട്ടൊക്കെ തിന്ന് ഉറങ്ങും. അപ്പൊ ഉറങ്ങിയിട്ട് രാവിലെ നീക്കുമ്പോ വയസ്സായ ഒരു പൂച്ച കേട്ടോ. അത് ഏട്ടൻ പറഞ്ഞതാന്ന് തോന്നുന്നു. നമ്മുടെ വെറുകട്ടിന്റെ അടിയിലൊക്കെ ഉള്ള വയസ്സെന്നൊരു പൂച്ച. അത് വരിഞ്ഞ മുറിയൊക്കെയാണോ സൗണ്ട് ഉണ്ടാക്കുന്നത്? ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെ ഉണ്ടാവുക. അല്ല ചേട്ടാ, അതല്ല ഇത് പഠിച്ചോനെ ഞാൻ പോവാന്നൊക്കെ കേട്ടല്ലോ. ആ പൂച്ചേനെ ശ്രദ്ധിച്ചാ ഓലൊക്കെ പറയുന്ന ഭാഷയാണ്. അതെ. ഓൽ തമ്മിലുണ്ടല്ലോ അഡ്ജസ്റ്റ്മെന്റ് ഭാഷ ഉണ്ട്. അപ്പൊ അതല്ല ഈ യൂട്യൂബിൽ കണ്ടല്ലോ പൂച്ച എണ്ണുക അങ്ങനെയൊക്കെ. ഉണ്ട്, പൂച്ച എണ്ണലുണ്ട്. പഠിച്ചോനെ മാത്രം പൂച്ച എണ്ണൂല. അതൊന്ന് നോക്കല്ലേ. ആയിക്കോട്ടെ. തീർക്കല്ലേ? വേഗം തീർക്കണ്ട. തിരക്കില്ല. ഇവിടെ എല്ലാരും ഹാപ്പി. തിരക്കൂട്ടല്ല. ഓലിക്ക് അല്ല അവിടെ ചേരി കൂടി എടുത്ത് കൊടുത്ത്. എന്നാ ആയിക്കോട്ടെ. കൂടുതൽ എടുക്കാല്ലേ പൂച്ചന്റെ എണ്ണല്. ഓക്കെ. എണ്ണല് ഇങ്ങനെ ഉണ്ടാവില്ല. 1 മുതലായിട്ട് തുടങ്ങാല്ലേ? തുടങ്ങിക്കോളൂ. ഇങ്ങനെ ഉണ്ടാവുക. പറച്ചോനെ വിട്ട ഒരു പരിപാടി. അടിപൊളി. ഒരു നല്ല കയ്യടി കൊടുക്കും വിനീഷിനെ. വലിയ വഴക്കാ. പിന്നെ ഏട്ടൻ നേരത്തെ പറയും എന്താ പൂച്ച വീട്ടില് എന്താ വിളഞ്ഞു കുടിയിട്ട് അങ്ങനെ എന്തോ ഒരു കഥ. പൊരയിൽ ഉമ്മച്ചിയൊക്കെ അവിടെ വിരുന്ന് വന്നപ്പോഴേ
ഓലൊരു ചക്ക കിട്ടി. അത് നടു മുറിച്ച് വെച്ചപ്പോ അടുത്തൊരു പൂച്ച ഉണ്ടേനി. ഈ പൂച്ച ചാച്ചി ഇതിനകത്ത് തിന്നാളാണ്. മണ്ടി ഒന്നാട് കപ്പി. കപ്പിയല്ല, കിണറ്റിന് വെള്ളം പോരുന്നല്ല, കപ്പി പരിപാടി. തൊള്ളട്ടാണ്ട് ഇങ്ങനെ മൂന്ത കുത്തിപ്പോയി. അപ്പൊ ഈ പൂച്ചന്റെ ഒച്ച എങ്ങനെ ഉണ്ടായത്? കേരളത്തിൽ ഏടില്ലാത്ത സാധന. പൂച്ച ചക്ക കഴിച്ചപ്പോ വിളഞ്ഞി ഒട്ടിപ്പോയി. അപ്പൊ ഒട്ടിയപ്പോ ഉള്ളൊരു ഒച്ച എങ്ങനെ ഉണ്ടാവുക? ഗംഭീരം, നല്ല കയ്യടി കൊടുക്കുക. കാരണം ഒരു അടിപൊളിയാണ്. അവിടെ ചേരിട്ട് കൊടുത്ത അടുത്തേതാ? അടുത്ത ഇനി കുറെ ഐറ്റം ഉണ്ട്. നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് പോലെ വീണു അഞ്ഞി എന്ന് പറഞ്ഞാൽ വിസിലോണ്ടുള്ള ഐറ്റാ. വിസില്. അപ്പൊ എന്ന് പറഞ്ഞാല് നമ്മളെ പൊരയിലൊക്കെ ആണ് കോളിംഗ് ബെല്ല്. അങ്ങനെ തുടങ്ങുക ആദ്യം. വിസില്, കോളിംഗ് ബെല്ല്. വീട്ടില് കോളിംഗ് ബെല്ല് തൊള്ളേന്റെ അടുത്തേക്ക് വെച്ചോളി. അടിപൊളി, സൂപ്പർ. കഴിഞ്ഞില്ല, തുപ്പല് കൂടുതലുണ്ട്. തുപ്പൽ ഇങ്ങോട്ട് തെറിപ്പിക്കല്ലേ? തണുപ്പ് കൂടുമ്പോ തുപ്പല് കൂടുതലുണ്ടാവുക. ഇനി എന്താ പറയാ, ഈ പാടത്തരമ്പത്തെ കാണാൻ പൊന്മുണ്ട്. പാടത്ത് വരമ്പില്ല ഏട്ട തിരക്കൂട്ടണ്ട. പാടത്ത് വരമ്പില്ലേ പൊന്മ. അതായത് മീൻകൊത്തി പൊന്മ നമ്മളവിടെയൊക്കെ പറയല്. മീൻകൊത്തി പൊന്മ. നോക്കിയോളി. ഒറ്റയടിക്ക് തീർക്കുക. ഒറ്റയടിക്ക് തീർക്കരുത്. ഇവിടെ ഒരു തിരക്കില്ല, പാട്ടല്ല. എല്ലാരും ചിരിച്ച് കയ്യടി തരിക. നമ്മുടെ അരുമ്പോന്റെ കല്യാണം തരുന്നുള്ള ഫംഗ്ഷൻ ഗംഭീരാണ്. തിരക്കോട്ടി പോകണ്ട. അവിടെ എയർ ഹോൾസിന്റെ ഉള്ളിൽ പ്രാവ്. എയർ ഹോൾസിന്റെ ഉള്ളിൽ പ്രാവ് ഇങ്ങനെ ഉണ്ടാവുക. തീർക്കുക. ശ്വാസം ഒന്നും പോണ്ട, തിരക്കില്ല. അടുത്തേതാ കഴിഞ്ഞ്. ഇനി നമ്മളൊക്കെ ഈ ലൈറ്റ് ഒക്കെ ഉണ്ടാവുമ്പോ എല്ലാവർക്കും വലിയ ഈരവാദമൊക്കെ ധൈര്യം ഉണ്ടാവും. ഒരേക്ക് അങ്ങ് പോകുമ്പോ ലൈറ്റ് മുറുകുമ്പോ ഇങ്ങനെ ഒരു ഒച്ച ഉണ്ടാവും. നോക്കിയോളൂ. രാത്രി ലൈറ്റ് ഇല്ലാതെ വരുന്ന സമയത്ത് അവര് ഇഷ്ടപ്പെട്ട ഒരു കൈ അടിച്ചോട്ടെ. ഇങ്ങനെ ഉണ്ടാവും കേട്ടോ ഒരു ശബ്ദം. ഓക്കെ, നോക്കാം എന്താ നോക്കാം. നത്തിന്റെ വർഗത്ത് തൊട്ട് ലീന. അപ്പൊ ഏകദേശം കഴിഞ്ഞു തുടങ്ങിന്. കഞ്ഞിവെള്ളം കുടിക്കേണ്ടി വരും. വേറെ ഐറ്റംസ് ഒന്നുമില്ലേ? വേറെ പോരെ, ഇന്നത്തേക്ക് ആയില്ലേ? ഇത് മതി. ഏട്ടനാണ് വിറക് ഇട്ട് കൊടുക്കാണ്ടല്ലോ. അങ്ങനെ പോയിക്കോട്ടല്ലേ? അപ്പൊ നല്ലൊരു കയ്യടി ഏട്ടന് കൊടുത്തോളൂ പ്ലീസ്. ശബ്ദം എടുക്കുന്നുണ്ടോ? അല്ല, ഇനി നമ്മൾ കുറച്ച് കണ്ട് വരാം. കുറച്ച് കഴിഞ്ഞിട്ട് ഏട്ടൻ നാളെ ചോറാക്കണ്ടേ? ചോറും സാമ്പാറും ഒക്കെയാണ് തോന്നുന്നല്ലേ? ആയിക്കോട്ടെ. അപ്പൊ എല്ലാവർക്കും ഒരു ഒറ്റ കയ്യോടി കിട്ടി. നമ്മൾ ഒരു കയ്യോടി കൊടുക്കും. ചേട്ടൻ ഞാൻ ചകിരിപൊടിയൊക്കെ എടുത്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മുടെ ആഘോഷ വേദി വരുന്നതാണ്. ചേട്ടൻ വളരെ ഗംഭീരം. അടുത്ത വരവിൽ നമുക്ക്